പ്രണയമായി ഭാഗം 2. കഥാരചന മുബഷിറ ശിഹാബുദ്ദീൻ. അവതരണം ഷാജഹാൻ ചളിക്കോട്. റൂമിലെത്തിയപ്പോഴാണ് ഡ്രസ്സിംഗ് ടേബിളിലിരിക്കുന്ന ലെറ്റർ അവളുടെ കണ്ണിൽപ്പെടുന്നത്. എന്തായിരിക്കും ഇത്? ഇതുവരെ ഇവിടെ ഇല്ലായിരുന്നുവല്ലോ. ഏതോ ചിന്തയിലെന്ന പോലെ അവൾ ആ കവർ പൊട്ടിച്ച് ലെറ്റർ പുറത്തെടുത്തു. സുധേ, ഇത് ഡിവോഴ്സിനുള്ള പേപ്പറാണ്. ഞാനിതിൽ ഒപ്പിട്ടിട്ടുണ്ട്. നീയും ഒപ്പിടണം. എൻ്റെ സങ്കല്പങ്ങളിലും കണ്ടീഷനിലും ഒന്നുമുള്ള പെണ്ണല്ല താൻ. എനിക്ക് കുറച്ചൊക്കെ ബോൾഡാവണം. പിന്നെ മോഡേൺ ലുക്ക് വേണം. അത്യാവശ്യം പഠിപ്പും വിവരവും വേണം. ചുരുക്കി പറഞ്ഞ നാട്ടുപുറത്തെ പെണ്ണിനേക്കാളും ഇഷ്ടം പട്ടണത്തിലെ പെണ്ണിനോടാണെന്നർത്ഥം. നിൻ്റെ ആ സാരിയും വട്ടപ്പൊട്ടും ശരീരപ്രകൃതിയും ഒന്നും എനിക്ക് തീരെ ഇഷ്ടമായിട്ടില്ല. കാണുമ്പോൾ തന്നെ മടുപ്പ് തോന്നും. കാരണം എന്തെന്ന് ചോദിച്ചില്ലായിരുന്നോ? അതുകൊണ്ട് പറഞ്ഞതാണ്. പിന്നെ ഒപ്പിട്ടിട്ട് നേരെ വക്കീലിന് അയച്ചാൽ മതി. അഡ്രസ്സ് താഴെ കൊടുക്കുന്നുണ്ട് എന്ന് ഋതു. അവൾ കാർത്തു കരയണമെന്ന് തോന്നി. എന്നാൽ ഇനിയും ഒരു ഒഴുക്കിന് സാധ്യമല്ലാത്ത രീതിയിൽ കണ്ണീരവളെ തോൽപ്പിച്ചിരിക്കുന്നു. ഉള്ളു മരവിച്ച് തൊണ്ടയിൽ വല്ലാത്തൊരു ഭാരം വന്ന് കുമിഞ്ഞു കൂടുകയും ചെയ്തു. പറ്റുന്നില്ല സഹിക്കാൻ. ഋതു അവനും എൻ്റെ സങ്കല്പത്തിലുള്ള ആളെയല്ലായിരുന്നു. എന്നിട്ടും ആ താലി വീണത് മുതൽ എൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ചില്ലേ ഞാൻ? എന്നിട്ടിപ്പോൾ ആ ഹൃദയം മുറിഞ്ഞു ചോര കിനിഞ്ഞു ഒഴുകുവല്ലേ? നീ എന്തേ ഋതു എന്നെയും എൻ്റെ സ്നേഹത്തെയും തിരിച്ചറിയാതെ പോയി? വാശിയോടെ അവൾ കണ്ണുനീർ അമർത്തി തുടച്ചു. ലെറ്ററിൽ ഒപ്പിട്ട് റൂം വിട്ടിറങ്ങി. കലങ്ങി മറിഞ്ഞ തൻ്റെ കണ്ണുകൾ അമ്മയിൽ നിന്നും മറച്ചു വെക്കാൻ അവൾ പാടുപെട്ടു. അതുകൊണ്ട് വേഗത്തിൽ സിറ്റൗട്ടിലേക്ക് ഇറങ്ങി. അമ്മേ, ഞാൻ ഈ ലെറ്റർ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് വരാം. ഇന്ന് തന്നെ വിടണം, അല്ലെങ്കിൽ നാളെ പോയാലും മതിയായിരുന്നു. ഋതു കൊണ്ടുവന്ന ലെറ്ററാണോ അത്? മോൻ്റെ കയ്യിൽ കണ്ടിരുന്നു. എന്താ മോളെ അത്? അടുക്കളയിൽ നിന്നും നീട്ടിയെറിഞ്ഞ ചോദ്യത്തിന് കാതുകൊടുക്കാതെ അവൾ വേഗത്തിൽ നടന്നു. തിരിച്ചു വന്നാൽ എന്തായാലും ചോദ്യം ചെയ്യും. മറുപടിക്കായി എന്തെങ്കിലും കണ്ടെത്തിയേ പറ്റൂ. എന്തും പറയും. കറങ്ങിത്തിരിഞ്ഞ ചിന്തകൾക്കൊപ്പം നടന്നതുകൊണ്ട് പെട്ടെന്ന് സ്ഥലമെത്തിപ്പോയി. പാവകണക്കെ എല്ലാം ചെയ്തു കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിക്കുമ്പോൾ അവളുടെ ഹൃദയം ശൂന്യമായിരുന്നു. ഇതേ സമയം ഋതുവിൻ്റെ ഫോണിലേക്ക് അച്ഛൻ്റെ നിർത്താതെയുള്ള കോൾ വരുന്നുണ്ട്. പക്ഷേ അവൻ അതെടുക്കാതെ റിജക്റ്റ് ചെയ്തുകൊണ്ടിരുന്നു. ഫോൺ സ്വിച്ച് ഓഫ് ആക്കാനുള്ള ശ്രമത്തിനിടയിൽ അറിയാതെ കോൾ കണക്റ്റായി. ഹലോ ഋതുമോനെ? ആ വിളി കേട്ടപ്പോൾ എന്തോ പിന്നെ അവന് കട്ടാക്കാൻ തോന്നിയില്ല. എന്താ അച്ഛാ? മോനെ ഒന്ന് കാണണമായിരുന്നു. ഞാൻ ഓഫീസിലുണ്ട്. അച്ഛൻ അവിടെ കോഫി ഷോപ്പിലിരുന്നോളൂ, ഞാനിതാ ഇപ്പോൾ എത്താം. മണിക്കൂറുകൾക്കുള്ള ശേഷം അച്ഛനുമായുള്ള കൂടിക്കാഴ്ചയ്ക്കിരിക്കുമ്പോൾ ആ മുഖത്തെ പ്രസരിപ്പ് മാഞ്ഞു പോയതുപോലെ തോന്നി അവന്. എന്താ അച്ഛാ, സുഖമില്ലേ? പെട്ടെന്ന് കാണണമെന്നൊരു തോന്നൽ. അതെ മോനെ, മുഖവരയില്ലാതെ തന്നെ ചോദിക്കാം. നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം? വന്നത് മുതൽ അവൾ ആകെ മൗനിയാണ്. വലിയൊരു വേദന നിന്ന് കഴിയുന്നത് പോലെ ഒരു തോന്നലാ. എന്താണെങ്കിലും അച്ഛനോട് പറ. അങ്ങനൊന്നുമില്ല അച്ഛാ. പറയാതിരുന്നിട്ട് കാര്യമില്ലല്ലോ. ഞങ്ങൾക്കൊരുമിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഞാൻ വിചാരിച്ചതുപോലെ ഒന്നുമല്ല അവളുടെ രീതികൾ. അതിന് നിങ്ങൾ ജീവിച്ചു തുടങ്ങുന്നല്ലേ ഉള്ളൂ. 2 ദിവസത്തിനുള്ളിൽ എങ്ങനെയാ വിലയിരുത്തുന്നത് മോനെ? മനസ്സിലാക്കാൻ അത് തന്നെ ധാരാളം. അവളുടെ അസുഖത്തെക്കുറിച്ചുള്ള വേവലാതിയാണോ മോനെ? എല്ലാം പറഞ്ഞുറപ്പിച്ചതല്ലേ, പിന്നെന്താ ഇങ്ങനെ മാറാൻ? അസുഖമോ? അങ്ങനെ ഒന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ. എന്തസുഖമുണ്ടെന്നാ അച്ഛൻ പറയുന്നത്? അപ്പോൾ മോനൊന്നും അറിഞ്ഞിട്ടില്ലല്ലേ? പറഞ്ഞിരുന്നല്ലോ നിൻ്റെ അമ്മയോടെല്ലാം. നീ സമ്മതിച്ചിട്ടാണ് ഈ വിവാഹം തന്നെ നടത്തിയത്. അല്ലെങ്കിൽ എല്ലാം സമ്മതിക്കുന്ന മറ്റൊരാളെ ഞാൻ തിരഞ്ഞെടുക്കുമായിരുന്നു. അവൾക്കൊരസുഖമുണ്ട്. ലക്ഷത്തിൽ ഒരാൾക്ക് മാത്രമുണ്ടാവുന്ന അപൂർവമായ ഒരസുഖം. ഇനി ഈ ഭൂലോകത്ത് എവിടെ കൊണ്ട് ചെന്നാലും അതിന് ചികിത്സയില്ല. അവൾക്ക് ആയുസ്സും. ജീവിച്ചിരിക്കുന്ന കാലം അത്രയും സന്തോഷമുള്ള ഒരു ജീവിതം കൊടുക്കുക എന്നതായിരുന്നു അവസാന മാർഗം. അതിനുവേണ്ടി എല്ലാം അറിഞ്ഞുകൊണ്ട് വരുന്ന ഒരാളായിരിക്കണമെന്ന് അവൾക്ക് തന്നെ നിർബന്ധമുണ്ടായിരുന്നു. അങ്ങനെ ഒരാളായിട്ട് നീ വന്നപ്പോൾ അവളുടെ സങ്കല്പങ്ങൾ പോലും ഓർക്കാതെ നിന്റെ താലി സ്വീകരിച്ചവളാണ്. പക്ഷേ നീ ഇപ്പോൾ അവളുടെ നെഞ്ച് തകർത്തിരിക്കുന്നു. എല്ലാം പറഞ്ഞിട്ടും ഇങ്ങനെ വേദനിപ്പിക്കേണ്ടായിരുന്നു മോനെ നീ. അച്ഛാ, ഞാൻ അങ്ങനെ ഒന്ന് അറിഞ്ഞിട്ട് പോലുമില്ല, സത്യം. ആ വകയിൽ ഒരുപാട് കാശ് വാങ്ങിയിട്ടുണ്ടമ്മ. കാശിന് വേണ്ടിയായിരുന്നെങ്കിൽ ചോദിച്ചാൽ പോരായിരുന്നോ? അത് ഞാൻ തന്നേനെ. അതിനുവേണ്ടി മകളെ വിൽക്കുന്ന നീചനല്ലായിരുന്നു ഈ അച്ഛൻ. ആ ഹൃദയത്തിൻ്റെ മിടിപ്പ് ഏറി വന്നു. ശക്തമായ വേദനയുടെ കൊള്ളിയാൻ എവിടെയൊക്കെയോ മിന്നിമാഞ്ഞു. പതിയെ വിയർത്തൊലിച്ച് വാടിയ തണ്ടുപോലെ നിലത്തേക്ക് ഊർന്നു വീണു. അച്ഛാ, എന്താ പറ്റിയേ? അച്ഛാ. അനക്കമില്ലാതായപ്പോൾ അച്ഛൻ്റെ ഡ്രൈവറെ വിളിച്ച് വണ്ടിയിൽ കയറ്റി ഹോസ്പിറ്റലിലേക്ക് കുതിച്ചു. സീരിയസ് സിറ്റുവേഷൻ. ICUവിലേക്ക് പ്രവേശിപ്പിച്ചു. തകർന്നു പോയിരിക്കുന്നു താൻ. ആരെ വിളിക്കും? ആരോട് പറയും? അതിനേക്കാൾ ഉപരി ചതിയുടെ വേദന ഹൃദയത്തെ കീറി മുറിച്ചു കൊണ്ടിരിക്കുന്നു. ബാക്കിയുള്ളവരെ അറിയിച്ചോളൂ, നേഴ്സ് പുറത്തു വന്ന് പറയുകയും അതേ വേഗത്തിൽ തന്നെ തിരികെ കയറുകയും ചെയ്തു. ഏതാനും നിമിഷങ്ങൾക്കകം ICU ഡോർ തുറന്ന് ബാക്കി ഡോക്ടേഴ്സും നേഴ്സും ഓടിക്കയറുകയും ഇറങ്ങുകയും ചെയ്തുകൊണ്ടിരുന്നു. എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു എന്ന് അലമുറയിട്ട് മനസ്സിൽ വിളിച്ചു പറയുമ്പോഴാണ് ഡോർ തുറന്ന് ഡോക്ടർ പുറത്തു വന്നത്. സോറി, ഞങ്ങൾക്ക് രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അത്രയും പറഞ്ഞ് ഡോക്ടർ നടന്നു പോകുമ്പോൾ പിന്നാലെ നിലവിളി ഉയർന്നു.
തിരിഞ്ഞു നോക്കിയപ്പോൾ അമ്മയും സുധയും. എപ്പോഴാണ് അവർ വന്നത്? കണ്ടിരുന്നില്ല. ചിന്തകളും മനസ്സും ഞാനും ഇവിടെ ആയിരുന്നില്ലല്ലോ. എല്ലാ പരിപാടികളും കഴിഞ്ഞ് ബോഡി തിരികെ കൊണ്ടുപോകുമ്പോൾ മാത്രമാണ് അവൻ അവളെ നോക്കിയത്. ആ കണ്ണുകൾ തീക്കട്ട പോലെ ചുവന്നിരിക്കുന്നു. അതിലെ കനൽപ്പൊരികൾ തന്നെ ചുട്ടു ചാമ്പലാക്കും വിധം എരിഞ്ഞുയരുന്നു. ചടങ്ങുകൾക്കിടയിൽ സുധയുടെ നോട്ടം തൻ്റെ നേരെ അറിയാതെ പോലും വീഴാത്തത് ഋതു ശ്രദ്ധിച്ചിരുന്നു. അവളെന്നല്ല, ആ സ്ഥാനത്ത് ആരാണെങ്കിലും ഇനിയിപ്പോൾ ഞാനാണെങ്കിലും അതുപോലെയൊക്കെ തന്നെ ചെയ്യും അവൻ ഓർത്തു. എന്തിന് തൻ്റെ അമ്മയോട് പോലും സംസാരിക്കുന്നില്ലെന്ന് അവൻ കണ്ടറിഞ്ഞു. എല്ലാ ചടങ്ങുകളും കഴിഞ്ഞ് യാത്ര പറയാനായി അവൾക്ക് മുന്നിലെത്തിയപ്പോൾ അവനെ കണ്ട ഭാവം പോലും നടിച്ചില്ല. അമ്മ അവളെ തട്ടി വിളിച്ച് പിന്നെ വരാമെന്ന് പറഞ്ഞപ്പോൾ അവൾ തല ഉയർത്തി ഒന്ന് കണ്ടെങ്കിലും ചെയ്തോട്ടെ എന്ന് കരുതി ഋതു അവൾക്ക് മുന്നിലേക്ക് കയറി നിന്നു. താൻ ചെയ്തത് എത്ര വലിയ പാപമാണ്! വേദനയോടെ ആ മിഴികളിലേക്ക് നോക്കിയിട്ടും അവഗണന മാത്രമായിരുന്നല്ലോ. നെഞ്ചം വേദനയോടെ വിങ്ങി പിടയുന്നതറിഞ്ഞവൻ, ഇല്ല, അവൾ അനുഭവിച്ചതിൻ്റെ 1% പോലും ആയിട്ടില്ല എൻ്റെ വേദനയൊന്നും. സ്വയം മനസ്സിനെ ആശ്വസിപ്പിച്ചുകൊണ്ടവൻ നടന്നു നീങ്ങി. വീട്ടിലെത്തിയപ്പോൾ അമ്മയുടെ മുഖഭാവം മാറിയിരുന്നു. ഓ, അവളുടെ അച്ഛൻ മരിച്ചതിന് നമ്മൾ എന്തു ചെയ്തു എന്നാ മിണ്ടാതെ കൂനിക്കൂടിയിരിക്കാൻ? എന്നാ ഒന്ന് വിളിക്കുമ്പോൾ മിണ്ടാ. എവിടെ? നിന്നോടുള്ള ദേഷ്യമായിരിക്കും ആ ഒരുമ്പെട്ടവൾ എന്നോട് തീർക്കുന്നത്. നീ ചെയ്തത് ശരിയാടാ. ഏതായാലും കൊണ്ടോയാക്കിയില്ലേ, ഇനി അങ്ങോട്ട് ഒഴിവാക്കിയാളാ. അമ്മയ്ക്ക് വേറെ എന്തെങ്കിലും കേസ് തലയിൽ വെച്ച് തന്ന് കാശ് അടിച്ചു മാറ്റാനാണോ? അവളുടെ അച്ഛൻ മരിച്ചല്ലോ, ഇനി പറഞ്ഞു പറ്റിച്ചു കാശ് വാങ്ങിക്കാൻ കഴിയില്ലല്ലോ അല്ലേ? ഋതു രോഷം കൊണ്ടു. കാശടിച്ചു മാറ്റിയെന്നോ? എന്ത് വിവരമില്ലായ്മയാ നീ പറയുന്നത്? നിങ്ങൾ എന്നെ കച്ചവടമാക്കിയപ്പോൾ ഒരു വാക്കെങ്കിലും എന്നോട് പറയാമായിരുന്നു. എന്നാൽ ആ അച്ഛൻ്റെയും മകളുടെയും ശാപം എൻ്റെ മേലെ വീഴില്ലായിരുന്നു. അച്ഛൻ മരിക്കാതെ അവൾക്കൊപ്പം ഉണ്ടാകുമായിരുന്നു. എനിക്കറിയില്ലായിരുന്നു ഒന്നും. പറഞ്ഞില്ലല്ലോ അമ്മേ നിങ്ങൾ. ഒരു പാപിയായിട്ടാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അമ്മ ചോദിച്ചില്ലേ അവളുടെ അച്ഛൻ മരിച്ചതിന് നമ്മളെന്ത് ചെയ്തെന്ന്? നമ്മൾ മാത്രമാണ് അതിന് കാരണക്കാർ. അച്ഛൻ എന്നെ കാണാൻ വന്നിരുന്നു. അവളുടെ അസുഖത്തെക്കുറിച്ച് പറഞ്ഞു. അതറിഞ്ഞിട്ടും ഞാൻ സമ്മതിച്ചു എന്ന പേരിൽ നിങ്ങൾ കല്യാണം ഉറപ്പിച്ചതും പിന്നെ നിങ്ങൾ കാശ് വാങ്ങിയതും എല്ലാം അച്ഛൻ പറഞ്ഞു. എന്നെ വിലയിട്ടുറപ്പിക്കാൻ മാത്രം ദരിദ്രവാസിയാണോ അമ്മ? പറ, അമ്മ തന്നെ പറ. അത്രയ്ക്ക് പാവപ്പെട്ട കുടുംബമൊന്നുമല്ലല്ലോ. പണത്തിന് മുട്ടുമില്ല. പിന്നെ എന്തിനാണ് അമ്മേ എൻ്റെ ഇഷ്ടങ്ങളൊക്കെ അറിഞ്ഞിട്ടും പണത്തിന് വേണ്ടി മാത്രം എന്നെ കൊലക്ക് കൊടുത്തത്? മോനെ, എന്തൊക്കെയാ നീ പറയണേ? അവൾ നിനക്ക് തലയണമന്ത്രം ഓതി തന്ന് കാണും അല്ലേ? തലയണമന്ത്രം എന്നോടൊന്നും പറയിപ്പിക്കരുത്. ഞാനൊന്നും തൊട്ടിട്ട് പോലുമില്ല അവളെ. എന്തിന്? മനസ്സറിഞ്ഞ് നോക്കിയിട്ട് പോലുമില്ല. പിന്നെ അല്ലേ തലയണമന്ത്രം ഓതണത്? എന്നെ കണ്ടു കഴിഞ്ഞ് ഞാനൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞൊരു വാക്കുണ്ട്. ക്യാഷ് എത്ര ചോദിച്ചിരുന്നാലും ഫ്രീ ആയിട്ട് തരുമായിരുന്നു. അതിനെൻ്റെ മകളെ കച്ചവടമാക്കരുതായിരുന്നെന്ന്. അതോർത്ത് നെഞ്ചു പൊട്ടി ഭരിച്ചതാ ആ പാവം. ആ അച്ഛൻ തൻ്റെ മകളെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്നറിയാമോ അമ്മക്ക്? അതെങ്ങനെ അറിയാനാണ്? പണത്തിനോട് ഭ്രമം മൂത്ത് കിടക്കല്ലേ. അവിടെ സ്നേഹത്തിനും ഇഷ്ടങ്ങൾക്കും എന്ത് വില? അമ്മ എല്ലാം നേടിയെടുത്തില്ലേ? ഇനി ആ കണക്കിലേക്ക് ഒരു പാവം അച്ഛൻ്റെ ഭരണത്തിൻ്റെ കണക്കും കൂടി എഴുതി ചേർക്കാൻ മറന്നേക്കരുത്. അസ്ത്രം കണക്കെ വാക്കുകൾ തൊടുത്തുവിട്ട് ഗോവണി കയറിപ്പോകുമ്പോഴും തൻ്റെ ഉള്ളിലൊരു അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കാൻ പാകത്തിൽ ഉരുവം കൊള്ളുന്നുണ്ടെന്ന് അവന് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടായിരുന്നു. അടുത്ത ഭാഗത്തിനു വേണ്ടി കാത്തിരിക്കുക. ഞങ്ങളുടെ കഥ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ചേരുക. തുടരും.